ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ സൂപ്പർ. വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, സിമ്പിൾ കാര്യമാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ എല്ലാ ബൈക്കിലും ഇത് പറ്റും. സ്കൂട്ടറിൽ എനിക്കറിയത്തില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ബൈക്കിലും ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ട്രിക്കൊന്നുമില്ല, ഓടിക്കുന്ന രീതിയാണ്, വേറൊന്നുമില്ല. ഓടിക്കുന്ന രീതി കൊണ്ടുള്ളൊരു മൈലേജ് കൂടുതലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കരിയസ്മയുടെ കാര്യം വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് ഏകദേശം 50 കിലോമീറ്ററിന് മുകളിലാണ്. 50 കിലോമീറ്ററിനും 60 കിലോമീറ്ററിനും ഇടയ്ക്കാണ് എനിക്ക് എൻ്റെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ടോപ്പ് ഗിയറിൽ. അതിൻ്റെ മുകളിലോട്ട് കയറിയാലും മൈലേജ് കിട്ടത്തില്ല. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 50-ന് താഴോട്ട് പോയി കഴിഞ്ഞാലും വലിയ കാര്യമായിട്ടുള്ള മൈലേജ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ 50-ൻ്റെ മുകളിൽ ഏകദേശം ഒരു 55, 56, അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു 55 എന്ന് വേണേൽ പറയാം, 55, 56, 57 ആ ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, അതായത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, എൻജിൻ ഭയങ്കരമായിട്ടും റിലാക്സ്ഡ് ആണ്. യാതൊരു വിധത്തിലുള്ള ഒരു സ്ട്രെസ്സ് എൻജിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് വണ്ടി എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു ചെറിയൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ടും ഒരു വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെയിൻ്റെ നോയ്സ് അല്ലാതെ വേറെ കാര്യമായിട്ട് ഒരു നോയ്സും വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കേൾക്കത്തുമില്ല. പിന്നെ ആ സമയത്ത് ഒരുപാട് പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പവറില്ല. കരിസ്മ ആയതുകൊണ്ട് നമുക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ പിന്നെ ഇത് നൈസായിട്ട് ഇങ്ങനെ കയറി പോയിക്കോളും. പക്ഷേ ഈ ഒരു സ്പീഡിൽ ഒരു പ്രത്യേക സുഖമാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒഴുകുവാണ് വണ്ടിയൊക്കെ, നൈസായിട്ട് അങ്ങ് ഒഴുകുവാണ്. ഈ സ്പീഡിൽ അധികം ഗിയർ ഷിഫ്റ്റ് ഇല്ലാതെ പോകാൻ പറ്റുവാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ 40-ന് മുകളിൽ കിട്ടും. ഓരോ വണ്ടിയുടെ ഇതൊക്കെ എനിക്ക് 40-ന് മുകളിൽ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. 41, 42, 43 അപ്പം ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല എത്ര കറക്റ്റ് കിട്ടുമെന്ന്. പക്ഷെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടല്ലോ ഓരോ ദിവസം പെട്രോളൊക്കെ അടിക്കുന്ന വെച്ച്. പിന്നെ അധികം ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ മാക്സിമം നോക്കുവാണെങ്കിൽ നല്ലതാണ്. അതായത് ഇപ്പം ഈ ഒരു ടോപ്പ് ഗിയറിൽ ഞാനിപ്പോൾ 55 പോവുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി ചവിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഒരവസ്ഥ വന്നെങ്കിൽ ഞാൻ മാക്സിമം, അതായത് വണ്ടിയുടെ എൻജിൻ ഇടിപ്പിക്കാതെ, അതായത് വലിപ്പിക്കാതെ മാക്സിമം 5-ാമത്തെ ഗിയർ പോകുന്നിടം വരെ ഞാൻ പോയിട്ട്, ഇനി പറ്റത്തില്ല എന്നൊരു ഫീലിംഗ് വരുമ്പോൾ മാത്രമാണ് 4ത്തിലോട്ട് ഇടുന്നത്. അതായത് എൻജിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സ്ട്രെസ്സും ചെയ്യിപ്പിക്കാതെ 5ത്തിൽ തന്നെ കൊണ്ടുപോയിട്ട്, സ്ട്രെസ് ആകും എന്ന് തോന്നുമ്പോൾ, അതായത് ഇനിയും ഇവനെ 5-ാമത്തെ ഗിയറിൽ കൊണ്ടുപോയാൽ അവന് നല്ലതല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ മാത്രം 4ത്തിലോട്ട് ഇടും. പിന്നെ അനാവശ്യമായിട്ടുള്ള കൈ കൊടുക്കലോ ബ്രേക്ക് പിടുത്തമോ ഇല്ല. ഇപ്പോൾ ഫ്രണ്ടിലൊരു ദൂരെ ഒരു വണ്ടി ചവിട്ടി, അപ്പോൾ ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുക്കും. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് വരെ ആകുമ്പോഴത്തേനും ചിലപ്പം ഉണ്ടായ ഒരു പ്രശ്നം ക്ലിയർ ആവും. അതായത് നിർത്തിയ വണ്ടി ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും, അല്ല ലെഫ്റ്റോ റൈറ്റോ തിരിഞ്ഞു പോവും. അപ്പോൾ ആ വണ്ടി അവിടെ ചവിട്ടി, ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ കൈ കൊടുക്കും. അപ്പോൾ ആ പ്രശ്നം അങ്ങ് സോൾവ് ആവും. എന്നിട്ട് വളരെ പയ്യെ കൈ കൊടുക്കും. പെട്ടെന്ന് കൈ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ വളരെ സ്ലോ ആക്കി കഴിഞ്ഞ് വളരെ പയ്യെ ഞാൻ കൈ കൊടുക്കുള്ളൂ. ഈ ഒരു രീതിയിൽ ഓടിക്കുവാണെങ്കിൽ, അത് ഇങ്ങനെ കൊടുക്കത്തില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഇതുണ്ട്. ഇപ്പം ഞാൻ 5-ാമത്തെ ഗിയറിൽ തന്നെയാണ്, ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം. എൻ്റെ വണ്ടി വലിച്ചോളും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ നൈസായിട്ട്, അതായത് ഈ ഇപ്പോൾ പോയ സ്പീഡിൽ വണ്ടിക്കകത്തുനിന്ന് എനിക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു പ്രശ്നങ്ങളും. അതായത് ഇപ്പോഴും 5-ാമത്തെ ഗിയറിൽ തന്നെയാണ്. വളരെ പയ്യെ എന്ന് പറഞ്ഞാൽ വളരെ പയ്യെ കൈ കൂട്ടി കൊടുക്കത്തുള്ളൂ, സ്പീഡിൽ കൊടുക്കത്തേ ഇല്ല. സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ പോകും. അതുകൊണ്ടാണ് അത് ഇപ്പോൾ എനിക്ക് ഇനി 5-ാമത്തെ ഗിയറിൽ പോകാൻ പറ്റത്തില്ല. വളരെ പയ്യെ 4ത്തിലോട്ട് ഇടുന്നു, 3ഡിലോട്ട് ഇടുന്നു, 2ഡിലോട്ട് ഇടുന്നു, 1stiലോട്ട് ഇടേണ്ടി വന്നു. അല്ല, ഞാനത് നിർത്തിയില്ലെന്ന് എങ്ങനെയല്ല 2ഡിലോ 3ഡിലോ കൊണ്ടുപോയതിനെ. അപ്പോൾ 2ഡിലാണ് പയ്യെ 3 ഇട്ടു. ഗിയർ ചേഞ്ചിങ്ങിന് ഒരുപാട് കൈയൊന്നും കൊടുക്കത്തില്ല. വളരെ അതായത് വണ്ടി അടുത്ത ഗിയറിലോട്ട് ഓക്കെ ആയെന്ന് കാണുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്തു.
വേറെ ഒന്നുകൊണ്ടല്ലോ, എന്നാലേ മാക്സിമം മൈലേജ് കിട്ടത്തുള്ളൂ. 4th ടു 5th ടു വീണ്ടും 4th ടു 3rd ടു 3rd പോയിക്കോളും. ഇനി പോകത്തില്ല 2nd ടു 1st ടു. ഇന്ന് ഒരുപാട് ഗിയർ ഷിഫ്റ്റ് ചേഞ്ചിങ് ആയാലും ഇപ്പം തന്നെ. ഞാൻ സാധാരണ ടോപ്പിലിട്ടിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടിട്ടുള്ള വണ്ടിയെ ആരെ ഉപദ്രവിക്കാതെ, അതായത് ഞാൻ കാരണം ഒരു ശകലം പോലും ബ്രേക്ക് ചവിട്ടേണ്ട ഒരു ഇട വരുത്താതെ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്ത് പോകും. പിന്നെ എൻ്റെ പുറകെ വിട്ട് വരുന്നവർക്ക് ഇച്ചിരി അക്ഷമ കാണിക്കേണ്ടി വരും. അതായത് അവർക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരുമായിരിക്കും, കാരണം ഞാൻ പയ്യെ ഓവർടേക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് നല്ല ഇട കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ഇടയും പോട്ടെ, നല്ല സമയം കിട്ടിയെന്ന് പറഞ്ഞാലും ഒട്ടും സമയം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാലും ഞാൻ വളരെ നമ്മുടെ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ച് വളരെ പയ്യെ, അതായത് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തേ കയറത്തുള്ളൂ. അതുപോലെ കയറ്റം വരുമ്പോഴും അതുപോലെ തന്നെയാണ്. കയറ്റം വരുമ്പോഴത്തേന് ഞാൻ നമ്മുടെ പാർവതി ആ ഒരു 55 കുറയുന്നതനുസരിച്ച് ശകലം ചെറുതായിട്ട് കയറ്റി പിടിക്കും. ഇറക്കം വരുമ്പോൾ അതുപോലെ തന്നെ കൈയെടുക്കും. കരീസ്മയുടെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ 50-നും 60-നും ഇടയ്ക്കാണ് ആ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. നിങ്ങൾക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി പോകും. അതല്ലാതെ വേറൊരു ഫീലിങ്ങും വണ്ടിക്ക് അതൊന്നും വരത്തില്ല. ആ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ തന്നെ അങ്ങ് ഓടിച്ച് പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. ഇപ്പോൾ ഞാൻ 5th തന്നെയാണ് പോകുന്നത്. വണ്ടിക്കകത്തു നിന്നുള്ള അതിന് ഒരു ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഇതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 5th തന്നെ പോകുന്നത്. സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് വണ്ടി വലിച്ചോളും. ഇത് ഓരോ വണ്ടിയിലും ഓരോ സ്പീഡായിരിക്കും, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. പക്ഷെ എല്ലാ വണ്ടിയിലും കിട്ടുന്ന ആ ഒരു ഫീൽ ഏകദേശം സെയിമാണ്. അതായത് വളരെ സ്മൂത്തായിരിക്കും വണ്ടി, ഒട്ടും പിടുത്തമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷൻ. അതിലങ്ങ് ഇട്ടങ്ങ് കീച്ച് പോകണമെങ്കിൽ നല്ല മൈലേജ് കിട്ടും. പിന്നെ സഡനായിട്ടുള്ള ആക്സിലറേഷനും ഗിയർ ഷിഫ്റ്റിങ്ങും മാക്സിമം ഒഴിവാക്കി പോവുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഈ ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതുവരെ ലവ് യുവർ മെഷീൻ, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ, ബൈ ബൈ.